ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് തരം പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. കഥകളും ചരിത്രങ്ങളും സയൻസും ഒക്കെ നിറഞ്ഞ പുസ്തകങ്ങൾ. പക്ഷേ ഒരു പുസ്തകം അതിൻ്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ വിചിത്രമായ ഒരു ഭാഷയിൽ എഴുതി വച്ചിരിക്കുക. അത് വായിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ശ്രമിച്ചിട്ടും തോറ്റുപോവുക. അങ്ങനെ ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. ഇതിനെ ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. ഏതാണ്ട് 240-ലധികം പേജുകളുള്ള ഈ പുസ്തകം പൂർണ്ണമായും കൈകൊണ്ട് എഴുതിയതാണ്. എന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങളോ ഭാഷയോ ഭൂമിയിൽ ഇന്നുവരെ ഒരു രാജ്യത്തും ഉപയോഗിച്ചിട്ടുമില്ല. ഇതിൻ്റെ കൂടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ ശരിക്കും ഭ്രാന്ത് പിടിക്കും. ഈ പുസ്തകം ആരാണ് എഴുതിയത്? ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ രഹസ്യം എന്താണ്? നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1912-ലാണ്. വിൽഫ്രഡ് വോയ്നിച്ച് എന്നൊരു പുസ്തക വ്യാപാരി ഇറ്റലിയിലെ ഒരു പഴയ കോളേജിൽ നിന്നാണ് ഈ വിചിത്രമായ പുസ്തകം കണ്ടെത്തുന്നത്. കട്ടിപ്പൂശിയ തൂവൽ കവറുള്ള പഴയ പേജുകളുള്ള ഒരു പുസ്തകം. കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇതിലെന്തോ ഒരു പ്രത്യേകത തോന്നി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഈ പുസ്തകത്തിന് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന് പേര് വരുന്നത്. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ പേജുകൾ കാർബൺ ഡേറ്റിംഗ് വഴി ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇത് 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതായത് 1404-നും 1438-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ്. അതായത് ഏതാണ്ട് 600 വർഷത്തിലധികം ഇതിന് പഴക്കമുണ്ട്. വെറുതെ ആരോ പേപ്പർ പഴക്കമുള്ളതാക്കി ഉണ്ടാക്കിയ ഒരു വ്യാജ സാധനമല്ല ഇത് എന്ന് അതോടെ ഉറപ്പായി. ഈ പുസ്തകം തുറന്നാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര വിചിത്രമായ കുറേ ചിത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ചെടികളുടെ പടങ്ങളാണ്. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ പുസ്തകത്തിൽ വരച്ചിരിക്കുന്ന ഒരൊറ്റ ചെടി പോലും നമ്മുടെ ഭൂമിയിലുള്ളതല്ല. വേരുകൾ ഒരു തരത്തിലും ഇലകൾ വേറൊരു തരത്തിലുമുള്ള വിചിത്ര സസ്യങ്ങൾ. രണ്ടാമതായി അതിലുള്ളത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചിത്രങ്ങളാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് അതെന്ന് തോന്നുമെങ്കിലും നമ്മൾ കാണുന്ന രാശിചക്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അവ വരച്ചിരിക്കുന്നത്. കൂടാതെ വലിയ വലിയ ടാങ്കുകളിലെ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങളും ഇതിലുണ്ട്. ഇത് കാണുമ്പോൾ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് ഇത് നമ്മുടെ ഭൂമിയിലുള്ള ആരെങ്കിലും എഴുതിയതല്ല, മറിച്ച് അന്യഗ്രഹ ജീവികൾ എപ്പോഴോ ഇവിടെ വന്ന് ഉപേക്ഷിച്ചു പോയ ഒരു പുസ്തകമാണ് എന്നാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും ശത്രുക്കളുടെ ഏറ്റവും കടുപ്പമേറിയ രഹസ്യകോഡുകൾ തകർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോഗ്രാഫർമാർ ഈ പുസ്തകം വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ മിലിറ്ററി കോഡ് ബ്രേക്കർമാർ വർഷങ്ങളോളം ഇതിന് പിന്നാലെ നടന്നു. എന്നാൽ അവർക്ക് പോലും ഇതിലെ ഒരു വാക്ക് പോലും ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതൊരു കൃത്രിമ ഭാഷയാണോ അതോ പണ്ടത്തെ ഏതെങ്കിലും ഒരു രഹസ്യ സംഘം അവരുടെ അറിവുകൾ മറ്റാരും കാണാതിരിക്കാൻ സ്വന്തമായി ഉണ്ടാക്കിയ കോഡാണോ എന്ന് ഇന്നും വ്യക്തമല്ല. ആധുനിക കാലത്തെ ഏറ്റവും പവർഫുള്ളായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വരെ ഇത് വായിക്കാൻ നോക്കിയിട്ടും ഇന്നുവരെ കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ മറ്റൊരു ശക്തമായ വാദം കൂടിയുണ്ട്. പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭ്രാന്തൻ ജ്ഞാനി അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരൻ ലോകത്തെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വിചിത്ര ഭാഷാ ചിത്രങ്ങളും ഉണ്ടാക്കി വെച്ചതാണെന്നാണ് ചിലർ പറയുന്നത്. രാജാക്കന്മാരിൽ നിന്നും പണം തൊട്ടിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യാജ പുസ്തകമാണിതെന്നും ചിലർ ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കാര്യവുമില്ലാതെ ഒരാൾ ഇത്രയും കൃത്യതയോടെ ഓരോ കൈയക്ഷരത്തിലും ഒരു തെറ്റുപോലും വരുത്താതെ 240 പേജുകൾ എഴുതി തീർക്കുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ആ വാദവും പൊളിഞ്ഞു പോകും. നിലവിൽ ഈ പുസ്തകം അമേരിക്കയുടെ യേൽ യൂണിവേഴ്സിറ്റിയുടെ അതീവ സുരക്ഷിതമായ ഒരു ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് ഇന്നും ഒരു സമസ്യയായി തുടരുകയാണ്. ചിലപ്പോൾ ഇതൊരു വലിയ ശാസ്ത്ര രഹസ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ മറ്റൊരു ലോകത്തിൻ്റെ കഥയായിരിക്കാം. ഈ പുസ്തകത്തിൻ്റെ രഹസ്യം ചുഴലെഴുന്ന ആ ദിവസം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കണ്ടെത്തലായിരിക്കും അത്. വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും വരാം.